നമസ്കാരം. പ്രേക്ഷകരോട് ഞാൻ ആദ്യമായി ഒരു ചെറിയ ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ സഭയും സഭാപിതാക്കന്മാരും അപ്രകാരം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരിത്ത് കാണുന്ന ഈ പണികളൊക്കെ ചെയ്യാൻ പറ്റുമോ? നീ ദേവാലയങ്ങൾ, ഇതുപോലുള്ള നശ്വരമായ ദേവാലയങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. പള്ളികൾ ഉണ്ടാക്കി, സഭകൾ ഉണ്ടാക്കി, പലതരം കൂദാശകൾ ഉണ്ടാക്കി. ഈ കൂദാശകൾ വല്ലതും കർത്താവ് ചെയ്തിട്ടുള്ളതാണോ? കർത്താവ് ഏതെങ്കിലും ഒരു ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു കൂദാശകൾ കർത്താവ് നടത്തിയിട്ടുണ്ടോ? അതുപോലെ എന്തൊക്കെ കച്ചവടങ്ങൾ നടത്തുന്നു, കള്ളക്കമ്മട്ടങ്ങൾ നടത്തുന്നു. കൂദാശകൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് ഇവർ തമ്മിൽ കടന്നടിക്കുന്നു. നീ തമ്മിൽ സ്നേഹിക്കണം, രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുപ്പിന്നൊക്കെ പറഞ്ഞത് സഹോദരന്റെ ആരാധനാലയങ്ങൾ പോലും പിടിച്ചു പറിക്കുവാൻ ശ്രമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അദ്ദേഹം യാതൊരു കാരണവശാലും ഇനി വരില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇവർ ഈ കാണുന്ന സകലമാന തരികളും ചെയ്തു കൂട്ടുന്നത്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വന്നാൽ, ഈ ഈസ്റ്ററിന് പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഇവിടേക്ക് വന്നാൽ എന്തായിരിക്കും ആ അവസ്ഥ? സർ, കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ പുനരുത്ഥാനം ചെയ്ത് തൻ്റെ ജനങ്ങളെ കാണുവാൻ വരുമ്പോൾ, ഇപ്പോൾ എറണാകുളത്തേക്കാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതിൻ്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്. അവൻ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തിരിച്ചറിഞ്ഞില്ല, കൈക്കൊണ്ടുമില്ല. അപ്പോൾ യേശു ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അത് ചോദിക്കും, നീ ആരാടാ എന്ന് ചോദിക്കും. നീ എവിടുന്ന് വന്നു, നീ എന്തിനു വന്നു? കാരണം നമ്മളുടെ വസ്ത്രം പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഭക്തി പ്രകടനങ്ങളൊന്നുമില്ല, വേഷഭൂഷാദികളില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ കിടക്കാൻ ഇടമില്ലാത്തവനായി, തല ചായ്ക്കാൻ ഇടമില്ലാത്തവനായി അവിടെ വന്ന് നിന്നാൽ ഒരിക്കലും ആരും കൈക്കൊള്ളുകയില്ല. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറയുന്ന ആളുകൾ ഉയർത്തെഴുന്നേറ്റ് യേശു അവിടെ നിന്നാൽ പോടാന്ന് പറയും. ഇതൊക്കെ സത്യവിധ. അപ്പൊ അതുകൊണ്ടാണ് യേശു മാറി നിൽക്കുന്നത് എന്നാണ്. പക്ഷേ യേശു പറഞ്ഞു, ഞാനത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, കണ്ടാലും ലോകാവസാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ നമ്മോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ ആശ്വാസത്തിൻ്റെ നിദാനം. പക്ഷേ അത് പ്രാവർത്തികമായി വിശ്വസിക്കുകയും അത് സഭാജീവിതത്തിൻ്റെ അംശങ്ങളിൽ അതിൻ്റെ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്യാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ എറണാകുളത്തെ കാര്യം ആദ്യമേ സൂചിപ്പിച്ചതില്ല. നമുക്കറിയാം, ഒരു സഭ എന്ന പേരിൽ ഒരു കത്തോലിക്ക സഭ പ്രസ്ഥാനം ഉണ്ടാക്കി. അതിനകത്ത് തന്നെ അതിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന പേരിൽ മറ്റൊരു രൂപത ഉണ്ടാക്കി. അവിടെ കിടന്ന് തമ്മിലടിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരിൽ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആരാധന നടത്തുമെന്ന്. അന്നേരം ആ യേശു ക്രിസ്തുവിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവര് പള്ളി ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, കൂദാശകൾ ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്നതാണോ ആത്മീയതയുടെ അടിത്തറ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ, കാരണം രണ്ട് വിഭാഗങ്ങളായി ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ കുർബാന പാത്രങ്ങൾ എടുത്ത് എറിയുക, ഓടിച്ചിട്ട് പാതിരിയെ ഇടിക്കുക, ഈ പീഠം മറിച്ചിടുക, പ്രാർത്ഥനാ മുഖരിതമാകേണ്ട ദേവാലയങ്ങള് തെറിവിളി, തെറിയുടെ ഉപജ്ഞാതാക്കൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പുതിയ തരം തെറികൾ പ്രയോഗിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ക്രിസ്തുവിന്റെ ഒരു മാനസികാവസ്ഥ അത് പറയാം. അതിന് പ്രയാസമൊന്നുമില്ല. ക്രിസ്തു ചിരിച്ച് ശ്വാസം മുട്ടും. കാരണം ഈ യേശുവിൻ്റെ പേരിൽ നടത്തുന്നത് മുഴുവനും ഒരു വിധത്തിലും യേശു വിഭാവന ചെയ്യുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ്. എന്ന് മാത്രവുമല്ല, നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ യേശു അവിടെ വന്ന് ഇവർ തമ്മിലുള്ള ഈ വലിയ വഴക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ യേശു ആദ്യം ചോദിക്കും, എടാ ഇത് സിനഡ് കൈകാര്യം ചെയ്യാൻ ആരാ പറഞ്ഞത്? ഞാൻ ഇത് ചെയ്തപ്പോൾ സിനഡും സയനൈഡും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി ചേർന്നൊരു ആഹാരം കഴിച്ചു. അപ്പൊ അവിടെ
ആദ്യത്തെ കുർബാനയാണെന്ന് അവർ പറയുന്നത്. അതെ അതെ. അപ്പൊ ഇതിന്റെ മോഡലിലാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു അപ്പം എടുത്ത് നുറുക്കി അവരോട് പറഞ്ഞു ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശരീരമെന്ന് പറഞ്ഞത് യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഈ ശരീരം, ഈ ബോഡി അല്ല, വ്യക്തിത്വം എന്നാണ് എൻ്റെ അർത്ഥം. ഇന്നും യഹൂദ ഭാഷയിൽ ശരീരം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വമാണ്. എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് ഈ അപ്പം. അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ ഈ ഉണങ്ങിയ അപ്പമായിട്ട് മാറ്റിക്കളഞ്ഞത്. നിങ്ങൾ എന്നോട് ഇത് ചെയ്യണ്ട, ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ്. അതുപോലെ മുന്തിരിച്ചാർ, എൻ്റെ വ്യക്തിത്വത്തോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുകയും അതിൻ്റെ മേലെ നിങ്ങൾ വഴക്കിടുകയും ചെയ്യുമ്പോൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദ്യം. പിന്നെ കിഴക്കോട്ടാണോ പടിഞ്ഞാറോ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആഹാരം കഴിച്ചത്? ഞങ്ങളുടെ വട്ടത്തിൽ ആഹാരം കഴിച്ചു. കിഴക്കും പടിഞ്ഞാറും എവിടാണ്? പിന്നെ ഞാനിത് ആചരിക്കണമെന്ന് എവിടാ പറഞ്ഞത്? 4 സുവിശേഷങ്ങളിൽ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് ഒരു ലൂക്കോസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. മറ്റു 3 സുവിശേഷങ്ങളിൽ ഇത് ആചരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ലൂക്കോസ് ആരായിരുന്നു? അവൻ അവിടെ ഇല്ലായിരുന്നു. ഇതാ ഈ അന്ത്യ അത്താഴം ആചരിക്കുന്ന സമയത്ത് യേശുവിന്റെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇതിനെ പറ്റി പറയുന്നില്ല. മനസ്സിലാക്കണം. അവിടെ ഇല്ലാതിരുന്ന ലൂക്കോച്ചനാണ് പറയുന്നത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആവർത്തിക്കണം എന്ന ഒരു ആശയം യേശുവിലില്ലായിരുന്നു. സത്യമായിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആവർത്തിക്കാവുന്ന കാര്യമേ അല്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണ് ആവർത്തിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണ് ആവർത്തിക്കുന്നത്? ലോകത്തിൽ സുനിലിനെ പോലെ മറ്റൊരു വ്യക്തിയില്ല, ലോകത്തിൽ എന്നെ പോലെ മറ്റൊരു വ്യക്തിയില്ല, ഉണ്ടാകത്തില്ല. ചരിത്രം പിറന്നു വീണ തൊട്ട് ഇനി ചരിത്രം അവസാനിക്കുന്നത് പോലെ വരെ നമ്മെ പോലെ മറ്റാരും ഉണ്ടാവില്ല. അപ്പൊ വ്യക്തിത്വം ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്നാണ് ആത്മീയമായ ആദിമ സങ്കല്പം തന്നെ. അവിടെയാണ് ഇതിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോട്ടെ, ആവർത്തിച്ചു. അതേസമയം തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആത്മീയമായ ഗാംഭീര്യം, അതിനോട് അല്പം പോലും കരുതലില്ലാതെ ഒരു ഉണക്ക കഷ്ണം അപ്പം എടുത്തുകൊണ്ട് ഇത് യേശുവിൻ്റെ ശരീരം തന്നെയാണ്, ഞങ്ങൾ ഏതാണ്ട് ജൽപ്പിച്ചത് കൊണ്ട് ഇത് അപ്പം അല്ല ഇത് ശരീരമാണെന്ന് പറയണമെങ്കിൽ അത് ഭ്രാന്താണിത്. അതിൻ്റെ പുറകിലാണ് പിന്നെ അങ്ങോട്ട് കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടെന്ന് പരസ്പരം അടിക്കുകയും കടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. ഇത് കാണുമ്പോൾ യേശുവിന് അല്പം നർമ്മബോധം ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പറയണ്ട, നിനക്ക് ഓർമ്മയുണ്ടോ ഗദര എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഞാൻ ചെന്നപ്പോഴേ അവിടെ ഒരു ഭൂതഗ്രസ്തനുണ്ടായിരുന്നു. അവൻ നിങ്ങളെപ്പോലെ വലിയ ഈ വടക്കിടുന്നവനായിരുന്നു. അവൻ്റെ വയലൻറ്റ്, കല്ലുകൊണ്ട് ഇടിക്കുക, ഇങ്ങനെ അലറുക, ചങ്ങല പൊട്ടിക്കുക, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പരിപാടികൾ. ഞാൻ അവനെ സോപ്പെടുത്തിയപ്പോഴേ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതം പറഞ്ഞു, ഞങ്ങൾ ലഗ്യോനാന്ന് പറഞ്ഞു. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ഭൂതങ്ങൾ ഒരുത്തൻ്റെ ശരീരത്തിൽ കയറി. നിൻ്റെ അവസ്ഥ അതാണ്, അതിൻ്റെ പരിപാടിയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലഗ്യോൻ്റെ ചക്രം എന്താണ് എന്ന് പറയാനാണ് സാധ്യത. ശരിക്കും അതല്ലേ? കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആണെന്ന് പറഞ്ഞ് ഗോതമ്പപ്പവും മറ്റേ വീഞ്ഞും കൊടുക്കുക, എന്നിട്ട് ഇത് ഓരോ ആഴ്ചയും അവന്റെ മുറിച്ച് ഈ പറയുന്ന മ്ലേച്ഛൻ സകലതും പ്രവർത്തിക്കുന്ന ഇവൻ ഏതാണ്ട് പ്രത്യേക വേഷവിധാനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെ മുറിച്ച് വിശ്വാസികളുടെ ആദരത്തിൽ വെച്ച് നൽകുക. ഈ ഭക്ഷിച്ച് ഇത് ഇവന്റെ ആമാശയത്തിലൂടെ പോയി ഇത് അടുത്ത ദിവസം ഇവൻ ഇത് പുറന്തള്ളുന്നു. വീണ്ടും അന്നേരം വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഭക്ഷിക്കാൻ പറയും. ഇത് ശരിക്ക് ഒരു പൈശാചികമായ ഒരു പരിപാടിയല്ല. ഇതിന് എന്തെങ്കിലും തരത്തിലൊരു ആത്മീയതയോ ഈ പറയുന്ന ലഗിയോന്റെ കൂട്ടാളികളുടെ ഒരു ഡ്രാമ, അതായത് നമ്മുടെ കലാനിലയം ഡ്രാമ വിഷന്റെ കടമറ്റ് കത്തനാര്, രക്തരക്ഷസൊക്കെ പോലെ ഒന്നിലധികം വേദികൾ സക്സസ്ഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന 2025 വരം വർഷങ്ങളായിട്ടും ആളുകൾക്ക് ബോറടിക്കാത്ത നല്ലൊരു വെൽ സ്ക്രിപ്റ്റഡ് നാടകമല്ലേ ഇത്? ഇതിനകത്ത് പുരോഹിത വർഗം ഇതിൽ വലിയ താല്പര്യമെടുക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അവരിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ കൃപ സാധാരണ വിശ്വാസികളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ എന്നുള്ള പ്രതീതി വരുത്തി വെക്കാൻ അവരേറ്റവും സഹായിക്കുന്ന പരിപാടിയാണ് ഈ സക്രമം. കാരണം എന്താണ്? ഒരു പുരോഹിതൻ സാധാരണ ഉണങ്ങിയ അപ്പ കഷ്ണം എടുത്ത്
കശിപ്പിശ എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. അത് നോക്കണം, അതെ, അത് ആക്ഷരികമായി യേശുവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. അതിലൊരു തമാശതാണ്. ഇത്രയും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ആവസിപ്പിച്ച് ഇത് വിശുദ്ധ രക്തമാക്കുന്നു, പോകാൻ വണ്ടി കുലിക്ക് വേണമെന്നുണ്ടല്ലേ, ഇപ്പം 150 രൂപ വേണമെങ്കിൽ പള്ളിമുറിയിൽ നിന്ന് ഇവര് കൊടുക്കണം. മറ്റേ പിള്ളേർക്ക് ഫീസ് കൊടുക്കാനൊന്നും ആവസിപ്പിച്ചിറക്കാൻ പറ്റത്തില്ല, അതിന് പള്ളിക്കാർ കൊടുക്കണം. ശമ്പളമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും ആവസിപ്പിച്ചാൽ ഒരു സാധനവും വരത്തില്ല. കടയിൽ പോയി പലചരക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലും റൂഹ ആവസിച്ചാൽ പറ്റത്തില്ല. വിശ്വാസം കൊടുത്ത കാശ് വേണം. ഇങ്ങനെ ഈ കാര്യം പുരോഗതി നൽകുന്ന ഈ വസ്തുക്കൾ സ്വീകരിക്കുന്ന വ്യക്തികൾ, അവർക്ക് ആർക്കെങ്കിലും അല്പമെങ്കിലും ചിന്താശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പം ധൈര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നിശ്ചയമായും ചോദിക്കുമായിരുന്നു, അച്ചോ കഴിഞ്ഞ 30 വർഷം 40 വർഷം ഞങ്ങൾ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ, അച്ഛൻ പറഞ്ഞു ഇത് ആക്ഷരികമായി യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്, ഇത് ഞങ്ങൾ ഭക്ഷിച്ചിട്ട് ഞങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ യേശു എന്ന് പറയുന്നത് വെറും കാറ്റാണ്, പുകയാണ്. യേശു ആരാണ്? അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഇതിൻ്റെ അടുത്തുകൊണ്ട് നടക്കുന്നത്. ഇത്രയൊക്കെ നമ്മൾ ഭക്ഷിച്ചു, എല്ലാ ആഴ്ചയും വന്ന് ഭക്ഷിച്ചു, വിശ്വാസത്തോടെ ഭക്ഷിച്ചു, അച്ഛൻ്റെ കൈ കൊണ്ട് തൊട്ട് എല്ലാം യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറി. ഇത് ഒരു വീടി വലിച്ചാലും ഇത് തിന്നാലും തുല്യമായ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇതിനകത്ത് അർത്ഥം എന്താണ്? യേശു അത്ര നിർവീര്യനാണോ എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? ആരും എന്താണ് ചോദിക്കാത്തത്? ഇതൊക്കെ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഈ ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഒരു വ്യത്യാസം വരികയുള്ളൂ. പുരോഹിത വർഗം ഒരു കാലത്തും സ്വമനസാലെ ഒരു വ്യത്യാസം, ഒരു മാറ്റം സ്വീകരിച്ചതായ ചരിത്രം നമ്മോട് പറയുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ തുച്ഛമായി പോലും ഒരു മാറ്റം സ്വീകരിക്കാൻ മുൻപോട്ട് വരുന്നത് ജനങ്ങളുടെ സമ്മർദ്ദം അത്രമാത്രം വലുതാകുമ്പോൾ മാത്രമാണ്. ഇപ്പം തുടക്കം മുതൽ തന്നെ നോക്കിയില്ല, ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ വിശുദ്ധ വേദപുസ്തകം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചേക്കുന്നത്, അല്ലെങ്കിൽ വളരെ വളരെ കഠിനമായ പദങ്ങൾ ഉപയോഗിച്ചേക്കുന്ന ഈ പൗരോഹിത്യ വർഗത്തെ സൂചിപ്പിക്കാനും അവരെ വിമർശിക്കാനും വേണ്ടി മാത്രമാണ്. അങ്ങനെ വിമർശിച്ച കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ക്രൂശ് മരണമായിരുന്നു. അതുപോലെ ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇൻക്വിസിഷനിലൂടെ ഇവരെ വിമർശിച്ച, എതിർത്ത വിശ്വാസികളെ, കോടാനുകോടി ജനങ്ങളെ ഇവർ കൊന്നു തള്ളി. അതുപോലെ തന്നെ ഇന്നും പല രൂപത്തിലും രാജ്യത്തിന് വേറെ നിയമം ഉണ്ടെങ്കിലും ഭരണഘടന ഉണ്ടെങ്കിലും നിയമം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ആ സൈലന്റ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇൻക്വിസിഷൻസ് അവർ ഇന്നും തുടർന്നു വരികയാണ്. അത്തരമുള്ള ആളുകൾക്ക് അല്ലെ ഇതിനെ വിമർശിക്കുന്ന, ഇതിനെ ചോദ്യം ചെയ്യുന്ന വിശ്വാസ സമൂഹത്തെ ഇന്നും ഒറ്റപ്പെടുത്തുന്ന, അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നും ഉള്ള സ്ഥിതിക്ക് അതുകൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ ഈ വിശ്വാസികൾ ഇന്നും ഇതിനെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നത്? അതെ, അല്ല, ചോദ്യം ചെയ്യാനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്കില്ലല്ലോ. അതെ, നമ്മൾ ബൗദ്ധികമായി അടിമകളാണ്. അതെ, ഒരു വിധത്തിലും യാഥാർത്ഥ്യബോധത്തോടുകൂടെ വിശ്വാസത്തിന്റെ മേഖലയിൽ ഒരു നിമിഷം നിൽക്കാനുള്ള അവകാശം നമുക്കില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഓർത്തഡോക്സ് യാക്കോബ തർക്കത്തിനിടയിലോട്ട് വന്നാൽ എന്തായിത്തീരും? അതെ, ശരിയാ സാർ പറഞ്ഞത്. ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആ കോട്ടയം സൈഡിൽ കൂടെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഈ മത്തായി 3-ാമൻ ആ പൂച്ചാണ്ടി ഡ്രസ്സും ഒക്കെ ഇട്ട് നിൽക്കുന്ന, ആ വേഷം വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ രൂപം കാണുമ്പോൾ കർത്താവ് തന്നെ ഒന്നിലധികം ഭയപ്പെട്ട് ബോധരഹിതനായി വീഴും. എൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലവനെന്നും പറഞ്ഞ് ഇതുപോലെ ഒരു വെച്ചുകെട്ടുമായിട്ട് നടക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യേശു കർത്താവ് ഒന്നേ ബോധം കെട്ട് വീഴും, അതല്ലെങ്കിൽ സ്വയം അദ്ദേഹത്തിന് തന്നെ ഒരു അപമതിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു കഥ വരുന്നുണ്ട്. പണ്ട് ഭാരതത്തിൻ്റെ കഥയാണ്. ഒരു വലിയ മുനിവര്യൻ, അദ്ദേഹം വളരെ ആദർശവതിയാണ്, വളരെ അച്ചടക്കത്തിൽ ജീവിച്ചു, വളരെ മിതമായി ജീവിച്ചു, തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. അവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ ആത്മീയമായി നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ, ബലമാർജിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ലളിതമായി ജീവിക്കണം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാക്സിമം നിങ്ങളുടെ വ്യക്തിപരമായ സ്വത്ത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 കോണകം, അതിൽ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, സ്വത്തില്ല, ആഡംബരമാണ്, അതിനപ്പുറത്ത് പോകാനൊക്കില്ല. നിങ്ങൾക്ക് ഈ ഭൗതികമായ സ്വത്ത് എന്ന് പറഞ്ഞാൽ 2 കോണകം. കാരണം ഒന്ന് ഉപയോഗിക്കുമ്പോൾ മറ്റേ നനച്ചിടണം, അപ്പം വൃത്തിയായിട്ട് നടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പരിശീലിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ പരിശീലനം പൂർത്തിയായെന്ന് വിചാരിച്ച് അദ്ദേഹം ദൂരദേശത്തേക്ക് പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യനായി അദ്ദേഹം വിശ്വാസം അർപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു വലിയ മണിമാളികയിൽ താമസിക്കുന്നു. ഇത് കണ്ട് ഗുരു അന്തം വിട്ടു. ഇത് എന്ത് പറ്റിയെന്നറിയാനായിട്ട് അദ്ദേഹം കയറിച്ചു.
ചിലപ്പം ശിഷ്യൻ അവിടെ ഉണ്ട്. ചേട്ടാ നീ ഇത് ഇങ്ങനെ ആയിപ്പോയോ? അന്തം പറഞ്ഞു, ഗുരുവേ അത് സംഭവിച്ചാൽ ഞാൻ പറയാം. ഞാനിങ്ങനെ കുറേ നാളിങ്ങനെ നടന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ രണ്ടാമത്തെ കോണകം നനച്ച് ഉണങ്ങാനായിട്ട് വിട്ടപ്പോൾ അത് എലി കയറി, അത് കയറേണ്ട ഒരു വലിയൊരു ഹോളിട്ട് ഒരു അതെനിക്ക് പിന്നെ ഉപയോഗിക്കാൻ വയ്യ. അപ്പം ഞാൻ മനസ്സിലാക്കി ഈ എലിയെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ പൂച്ചയെ വേണം. അങ്ങനെ ഒരു പൂച്ചയെ വാങ്ങിച്ചു. അപ്പോൾ പൂച്ചയെ വാങ്ങിച്ചപ്പോൾ പൂച്ചയ്ക്ക് പാല് കൊടുക്കണം. അപ്പോൾ പാല് കൊടുക്കണമെങ്കിൽ പശുവിനെ വേണം. അപ്പോൾ ഒരു പശുവിനെ വാങ്ങിച്ചു. അപ്പോൾ പശുവിനെ വാങ്ങിച്ചപ്പോൾ പശുവിന് പുല്ല് വേണം. പുല്ല് വളർത്താനായിട്ട് 5 ഏക്കർ വസ്തു വേണം. അപ്പോൾ അവിടെ ജോലി ചെയ്യാനായിട്ട് ആളുകളെ വേണം. അങ്ങനെ വന്ന് ഞാനിങ്ങനെ ആയിപ്പോയി. എൻ്റെ കോണകം സംരക്ഷിക്കാനായിട്ട് ഇതെല്ലാം മറ്റൊരു മാർഗം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതേ പരിപാടിയാണ് ഈ ചെയ്തത്. അപ്പോൾ ഈ ആധ്യാത്മിക കോണകം സംരക്ഷിക്കാനായിട്ട് ഈ വലിയ സംവിധാനങ്ങളും അരമനയും സഭകളും എല്ലാം, പിന്നെ വലിയ കച്ചത്രു പോലുള്ള വസ്തു ഇങ്ങനെ ഇട്ട് നടക്കണം. ഇത് കണ്ടാൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ചിരിച്ച് എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ജനം ഇത് കണ്ട് സായുജ്യം അടയുന്നതിലാണ് എനിക്ക് വലിയ സങ്കടമാസം. നമ്മളിത് ലാഘവത്തോടെ പരാമർശിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഇരുന്ന് കരയേണ്ട ഒരു അവസ്ഥയാണത്. യേശു കാണിച്ചു തന്ന മാതൃകയിൽ നിന്ന് നാം എത്രയോ ദൂരെയായി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസികൾക്ക്, മതിലേക്കെടുത്ത ക്രിസ്ത്യാനികൾക്ക് ഈ വലിയ ഷോ പരിപാടി ഇല്ലെങ്കിൽ അവർക്ക് സുഖമില്ല. ഇന്ന് എൻ്റെ ഒരു വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി പറയുന്നത്, പുരോഹിതന്മാർ ഇന്ന വസ്ത്രം ഇടണം, ഇന്ന മേലങ്കി ധരിക്കണം, ഇന്ന അംശോടെ പിടിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പുരോഹിതന്മാർ കാണിക്കുന്ന മുഴുവനും ദൈവകൽപ്പന അനുസരിച്ചാണ് എന്നൊരു ധാരണ പരത്തിയിരിക്കുകയാണ്. യേശു പറഞ്ഞതൊന്നും ആർക്കും പറഞ്ഞുകൂടാ. തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ, നിങ്ങൾ ആരുടെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ വല്ലവരുടെയും അവർ തരുന്ന കഴിച്ച് മര്യാദയ്ക്ക് നിന്ന് ജോലി ചെയ്യണം, ലാഭേച്ഛ കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്, വൃഥാ ലഭിച്ചു, വൃഥാ കൊടുക്കണം എന്നൊക്കെ പറയുന്നവൻ, അതൊന്നും ആർക്കും പ്രശ്നമല്ല. ദൈവം പണ്ടാണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നീ വലിയ പർവ്വതം പോലെയുള്ള കുപ്പായ വിടണം, ആഭരണം വിടണം, പിന്നെ ബെൻസുകാരെ നടക്കണം. ഇത് ജനം അതുപോലെ വിശ്വസിക്കുകയാണ്, അവരെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കർത്താവ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പറ്റാവുന്ന ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ന് ഈ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സഭകളെല്ലാം ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവന്മാരെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പൊതുശത്രു കർത്താവ് പൊതുശത്രുവാകും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ കള്ളക്കമ്മട്ടങ്ങളും മറ്റ് കച്ചവടങ്ങളും നടക്കാതെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം കൂടെ ഈ 10-50,000 സഭകൾ എന്ന പേരിൽ ഭിന്നിച്ച് നിൽക്കുന്നവന്മാരെല്ലാം ഒന്നായിക്കൊണ്ട് ഇവർ ചേർന്ന് സംയുക്തമായി ഒരു സംയുക്ത കൊട്ടേഷൻ, ചർച്ച ബില്ലിൽ ഇവരെ ഒന്നാക്കിയതുപോലെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഇവർ ഇതുവരെ ഒന്നായിട്ടില്ല. ഈ 2025 വർഷമായിട്ട് ഒന്നായിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള എലമെന്റുകൾ വരുമ്പോൾ കർത്താവ് വന്നു എന്നറിയുമ്പോൾ ഇവർ ഒരുക്കിക്കുകയും ഇവർ ഒന്നടങ്കം സംയുക്ത കൊട്ടേഷൻ കർത്താവിന് ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കൊട്ടേഷൻ ടീമിന് അദ്ദേഹത്തെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിച്ച് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി വീണ്ടും കച്ചവടം അടിക്കാനുള്ള ഒരു സാധ്യത കർത്താവിനെ വേറെ ആരെങ്കിലും ഇതുപോലെ തീർത്ത് കളഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നാമത്തിൽ വീണ്ടും ഒരു കച്ചവടത്തിനുള്ള ഒരു സ്കോപ്പിനുള്ള അവസരം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നോർത്ത് നോക്കി, ഇവരെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി, പറവുകളെയും പക്ഷികളെയും നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ്. അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ ധനവാൻ സ്വർഗരാജ്യ പ്രവേശത്തെ കുറിച്ച് പറഞ്ഞ കർത്താവ് ഇന്ന് കോടാനുകൂടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ സഭകളുടെ അധിപന്മാരായ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിനക്ക് ഉണ്ണാനും ഉണ്ടായാൽ അത് മതി, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവിൻ എന്നുള്ള കർത്താവിന്റെ ആശയം ഈ സഭാപിതാക്കന്മാര് ഇവന്മാരുടെ അരമന വിൽക്കുകയും ഇവിടെ സഭാസ്വത്തുക്കള് വിറ്റ് ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും കൊടുക്കാൻ പറ്റാവുന്ന ഒരു അവസരം വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവർ കർത്താവിനെ ആദ്യം മുതലേ പിറന്നു വീഴുമ്പോൾ തൊട്ടേ ഒരു കുഞ്ഞിനെ പോലും പഠിപ്പിക്കുന്നത് ദൈവം പ്രസാദിക്കുന്നത് ഭൗതികമായ സമ്പത്ത് നൽകിയിട്ടാണ്. ദൈവത്തെ കാണുന്നത് പണത്തിൽ കൂടെ മാത്രമാണ്. നമ്മൾ ഭക്തി ആചരിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ദാനധർമ്മം ചെയ്യുന്നതും നല്ല പിള്ള ചമയുന്നതുമല്ല, ദൈവത്തിൽ നിന്ന് കൂടുതൽ ഭൗതികമായ സ്വത്ത് പിടിച്ചു പറ്റാം എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ്. അനുഗ്രഹം ഈസ് ഈക്വൽ ടു സമ്പത്ത് എന്നൊരു ഡെഫിനിഷനാണ് അവർ പറയുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ വലിയ വീട്, വലിയ ജോലി. അപ്പൊ
അപ്പോൾ ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ ജനങ്ങളെ ആരും പരിശീലിപ്പിക്കുന്നില്ല, വെല്ലുവിളിക്കുന്നില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. യേശു ചെയ്ത ഒരു വലിയ സേവനം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള ബാലിശമായ സങ്കല്പത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ വ്യക്തിത്വം തന്നെയാണ്. അതാണ് നിലനിൽക്കുന്ന സമ്പത്ത്. ഒഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായ സമ്പത്ത് നിന്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് നിത്യത വരെയും നിലനിൽപ്പുണ്ട് എന്നാണ് യേശുവിനെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായ മനുഷ്യരുടെ ശ്രദ്ധ മാറ്റിവെച്ചിട്ട് ഭൗതികമായ നക്കാപ്പിച്ച കിട്ടുന്നത് അത് നിങ്ങൾക്ക് നൽകുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പഠിപ്പിച്ച് അതിൻ്റെ പത്തിലൊന്ന് വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുപോകും നടക്കുന്ന ഒരു വലിയ കച്ചവടമായിട്ട് ആക്കി തീർത്തു. പക്ഷെ ഇത് ഇങ്ങനെ അല്ലാതെ ഒന്ന് വിഭാവന ചെയ്യാൻ ക്രിസ്ത്യാനിക്ക് ഇനിയും കഴിയുകയുമില്ല. അതാണ് സങ്കടം. അതെ, ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു കാര്യം നമുക്ക് ഏവർക്കും അറിയാം. നമുക്ക് ഏവർക്കും നമ്മുടെ മാതാവിനോടുള്ള ആ സ്നേഹവും ബഹുമാനവും താല്പര്യവും എല്ലാം അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനും അതുപോലെ തന്നെയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആലപ്പുഴ സൈഡിലൂടെ പോകുമ്പോൾ ആണ്ടതവിട തന്റെ മാതാവ് ഒരു നീല സാരിയും കുടിച്ച് ആ കുറുവാസനത്തിൽ കുത്തിയിരിക്കുന്നു. തന്റെ മാതാവിന്റെ ആ ഗതികേടോർത്ത് കർത്താവിന്റെ ഒരു മാനസികാവസ്ഥയെ സകലതും വിട്ട് ആലപ്പുഴയിലെ കുറുവാസനത്തിൽ പോയി ഇരിക്കേണ്ടുന്ന ഗതികേട് തന്റെ മാതാവിന് ഉണ്ടായ ആ അവസ്ഥ യോഹന്നാനെ വിളിച്ച് ഒരു ചൂരിലെടുത്ത് അതിന്റെ നല്ല പിടപിടയ്ക്കും. കാരണം ക്രൂശിൽ നിന്ന് യോഹന്നാനോട് പറഞ്ഞതാ, എന്റെ അമ്മയെ നീ നോക്കിക്കോണം. യോഹന്നാൻ ചെയ്തില്ല. അതുകൊണ്ട് കൃത്യവിലോകം കൊണ്ട് യേശുവിൻ്റെ വിശുദ്ധ മാതാവ് യോസേപ്പച്ചൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി, സ്വകാര്യ സ്വത്തായി. പിന്നെ പുള്ളി ഇഷ്ടം പോലെ അതുകൊണ്ട് പൈസ ഉണ്ടാക്കും. ഒരു മാതാവിനും ഈ ഗതികേട് ഉണ്ടാകരുത്. യേശുവിൻ്റെ മാതാവിൻ്റെ പോട്ടെ, ലോകത്തിലൊരു മാതാവിനും ഈ അപമാനം, ഈ അധോഗതി ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ഓരോരുത്തരും. അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ മാത്രമേ ചിന്തിക്കൂ. അതല്ലെങ്കിൽ അതങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് മാതാവ് ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും മാതാവില്ല, ബാക്കിയുള്ളതെല്ലാം വെറും ഡ്യൂപ്ലിക്കേറ്റ് സെന്ററുകളാണ്, വ്യാജമാണ് എന്നിവർ പ്രസ്താവന നടത്തി അതെല്ലാം അടച്ചുപൂട്ടണം. നല്ല വിശ്വാസം തന്നെയല്ലേ ആളുകൾക്ക്? അങ്ങനെയാണെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് പോകാതെ നേരെ അല്ല, അപ്പൊ ലൂർദ് മാതാവാണല്ലോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അതെ, പക്ഷെ ആ 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല. അതിലിപ്പോ എത്ര മാതാവ് ഉണ്ടെന്ന് സത്യം പറഞ്ഞ കർത്താവിന് തന്നെ കൺഫ്യൂഷൻ. ഓരോരോ രൂപത്തിലും ഭാവത്തിലും മാതാവ്. അന്നേരം ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു കുമ്പിടി എഫക്റ്റ് എന്ന് പറഞ്ഞാവുന്ന തരത്തില് മാതാവ് കർത്താവിന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത തരത്തിലുള്ള പല പേരുകളും രൂപങ്ങളിലുള്ള മാതാവിനെ ഇട്ട് ഇവർ ആക്കുന്നു. അന്നേരം തീർച്ചയായിട്ടും കർത്താവ് വന്നാൽ, കർത്താവ് രണ്ടാമത് വന്നാൽ, പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഏതെങ്കിലും ഗ്രഹപ്പഴയ്ക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കർത്താവിന് ഉണ്ടായ ആ ഒരു ദുരനുഭവം അദ്ദേഹം മറന്നിരിക്കില്ല. അന്നേരം അതിനേക്കാളും വളരെ മോശമായ പൈശാചികമായ ഒരു അനുഭവമായിരിക്കും ഈ സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതിനേക്കാളൊക്കെ യേശുവിന് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന കാര്യം ഈ മറുഭാഷ കാണുമ്പോഴാണ്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വസിച്ചവൻ ഒരുത്തൻ ഇങ്ങനെ മറുഭാഷ കാച്ചുന്ന കണ്ടാൽ എങ്ങനെ സഹിക്കും? മനോഹരമായി സംസാരിച്ചു, ഉപമകളിലൂടെ സംസാരിച്ച കർത്താവിനെ ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന ഭാഷയിൽ സംസാരിച്ച ആ കർത്താവിന്റെ മറുഭാഷ എന്ന് പറഞ്ഞ് വികലമായ ഈ കോപ്രായങ്ങൾ കണ്ട് കർത്താവ് വെറുത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നേരം അതുകൊണ്ട് കർത്താവ് വരുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ സമൂലമായ ഒരു മാറ്റം കർത്താവായ യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിച്ചത്, എന്താണ് തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നത്, പറയുവാൻ ശ്രമിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി സ്വയം ഒരു വിചിന്തനം നടത്തി അതിനനുസരിച്ച് കർത്താവിനെ സ്വീകരിക്കുവാൻ പ്രാപ്തമായ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായാൽ, ആ ഒരു തയ്യാറെടുപ്പും ഒരു മാറ്റവും ഉണ്ടായ ശേഷം അത്തരം ഒരു പ്രതീക്ഷ വെക്കുന്നതല്ലേ നല്ലത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോട് ഞങ്ങൾക്ക് എളിമയോടെ നടത്താനുള്ള അപേക്ഷ, അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന സത്യത്തെ മനസ്സിലാക്കി അവൻ്റെ പേരിൽ നടത്തുന്ന പ്രസ്ഥാനങ്ങളിൽ അവൻ്റെ ആദർശങ്ങളും അവൻ്റെ മൂല്യങ്ങളും നിലനിർത്തപ്പെടേണ്ടതിന് നിങ്ങൾ ഒരു നിർബന്ധ ബുദ്ധി പാലിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിരമിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.